പച്ചക്കോട്ടയിൽ തകർപ്പൻ ലീഗ് സമ്മേളനം. ഷോപ്പിംഗ് വിസ്മയം പയ്യന്നൂർ മാൾ 14 വർഷത്തിലേക്ക്. അനിർവചനീയമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം. പയ്യന്നൂർ മാൾ, പോലീസ് സ്റ്റേഷന് സമീപം, ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ പച്ചക്കോട്ടയായ കൗവായി ശാഖ മുസ്ലിം ലീഗ് സമ്മേളനം വിവിധ പരിപാടികളോടെ നടന്നു. കൊച്ചി റെയിൽവേ ഗേറ്റിൽ നിന്ന് ആരംഭിച്ച വാളണ്ടിയർ മാർച്ച് സമ്മേളന നഗരിയായ കൗവായി സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. തുടർന്ന് UM മഹമ്മൂദ് സാഹിദിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ശാഖ മുസ്ലിം ലീഗ് സെക്രട്ടറി TP അബ്ദുൽ ഹസീസ് ഹാജി സ്വാഗതവും പ്രസിഡന്റ് CH അബ്ദുൾ റഹ്മാൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് KM ഷാജി അഭിപ്രായപ്പെട്ടു. അഫ്ഗാൻ ഭരിക്കുന്നത് താലിബാൻ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരായ ഇസ്ലാമോഫോബിക് ലോകം മുഴുവൻ വ്യാപരിപ്പിച്ച ഇന്ത്യ, നരേന്ദ്രമോദി, അയാൾ ഭരിക്കുമ്പോൾ തന്നെ അഫ്ഗാനുമായി ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്ന ചിത്രം. ഇത് കൃത്യമാണ്. ഏതെങ്കിലും ഒരാളോടുള്ള, ഒരു വർഗത്തോടുള്ള, ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം കൊണ്ട് രാജ്യം ഭരിക്കാനാവില്ല. രാജ്യം ഭരിക്കാൻ വേണ്ടത് കൃത്യമായ ജനങ്ങളെക്കുറിച്ചുള്ള, രാഷ്ട്രത്തെക്കുറിച്ചുള്ള, ലോകത്തെക്കുറിച്ചുള്ള അവധാനതയാണ്. മൻമോഹൻ സിംഗിന് അതുണ്ടായിരുന്നു. ഇന്ത്യ ഭരിച്ച ഒരുപാട് ഭരണാധികാരികൾക്ക് അതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ മികച്ച ഒരു രാജ്യമായി. ബ്രിട്ടീഷുകാരൻ അവസാനത്തെ ഊട്ടിയെടുത്തിട്ടും ആ രാജ്യത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞത്, ആ രാജ്യം, അതിൻ്റെ ഭരണാധികാരികൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ കാണിച്ചിട്ടുള്ള അവധാനതയോടുകൂടിയുള്ള ഒരു ഭരണമുണ്ട്. എന്നാൽ ഇപ്പോഴെന്താണ്? ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക് ഭരിക്കാൻ അറിയില്ല. എന്നാൽ ഭരിക്കാൻ ആവശ്യമായ വോട്ടുകൾ സ്വായത്തമാക്കാൻ അവർക്കറിയാം. ഇന്ത്യ ഒരു ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹം നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഹൈന്ദവ വൈകാരികതയെ കത്തിച്ചെടുത്ത് അതിനെ വോട്ടാക്കി മാറ്റാൻ അവർക്ക് പ്രയാസമില്ല. അതിന് യാതൊരു വിധ ബുദ്ധിമുട്ടുകളുമില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളും പറയുന്നത് സഖാവ് പിണറായി വിജയന്റെ മന്ത്രിസഭ ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ CPM ചെയ്യുന്ന കൊള്ളരുതായ്മകളോ നിലപാടുകളോ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ സ്ഥിതി എന്താണ്? വില എന്താണ്? ഓരോ ദിവസവും നമ്മുടെ പണത്തിന്, ഓരോ മാസവും നമുക്ക് കൂടുതൽ ചെലവഴിക്കപ്പെടേണ്ടുന്ന അവസ്ഥ വരികയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം, കേരളത്തിന്റെ സാംസ്കാരിക രംഗം, കേരളത്തിന്റെ ക്രമസമാധാന രംഗം, കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷ എല്ലാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇതൊന്നും ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ലാത്ത വണ്ണം നമ്മുടെ ശ്രദ്ധയെ മാറ്റിവിടാൻ വേറെ ചില കാര്യങ്ങളാണ് മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഈ ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടി അപകടകരമായ മതവർഗീയത ഭരിക്കുന്നവർ തന്നെ ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തില് ഇപ്പോ വലിയ ഗീർവാണം മുടക്കുന്ന CPM നേതാക്കന്മാരോടോ സഹപ്രവർത്തകരോടോ ഞാൻ ചോദിക്കട്ടെ, കേവലം വോട്ടുകൾക്ക് വേണ്ടി അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾക്ക് എന്തു പ്രതിബദ്ധതയാണുള്ളത്? SA ഷുക്കൂർ ഹാജി ഉപഹാര സമർപ്പണം നടത്തി. KT സഹദുള്ള, KK അഷ്റഫ്, ഇക്ബാൽ കോയിപ്ര,
VK ഷാഫി, AP ഹാരിസ്, ഫായിസ് കവായി, അബ്ദുൽ സലാം, SK നൌഷാദ്, TC അഷ്റഫ്, നജ്മുദ്ദീൻ, റുക്നുദ്ദീൻ കവായി, N ഹംസ, AP മുനീർ, KP അബ്ദുൽ റഹ്മാൻ, മുനവർ മജീദ്, റിഷാൽ മൂസ, KM അഷ്റഫ്, ഹൈദർ ഇസ്ലാമി, TMV അഷ്റഫ്, UK അബ്ദുൽ റഹ്മാൻ, TC ഫാറൂഖ്, TMA റഷീദ്, നസീമ ടീച്ചർ, ഹസീന കാട്ടൂർ തുടങ്ങിയ നിരവധി നേതാക്കൾ സംബന്ധിച്ചു. EM ഷുക്കൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു. കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനി ബാഷ, ഡോക്ടർ പ്രസൻ പ്രദീപ്, ഡോക്ടർ ശ്രുതി, ഡോക്ടർ കിരൺ വിനായക് EK, ഡോക്ടർ PK മുരളി, ഡോക്ടർ ഹരി രാജേന്ദ്രൻ, ഡോക്ടർ PT പത്മനാഭൻ, ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ, ഡോക്ടർ നിമിഷ നാരായണൻ, ഡോക്ടർ അമൽ മുഹമ്മദ്, ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ, ഡോക്ടർ ഗുരുരാജ റാവു, ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ, ഡോക്ടർ ഹൈദർ, ഡോക്ടർ സൻമാൻ, ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത്, ഡോക്ടർ ലാലി DC തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ B ശിവപ്രസാദിന്റെ സേവനവും. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ.